പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് ഒരുപാട് പുരോഹിത സഭകൾ നിലനിൽക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ഇവിടെ രണ്ടു പക്ഷമുള്ള ആളുകൾ ഉണ്ട്. ഏതാണ്? ഒന്ന്, ഈ അത്യുന്നതനായ ദൈവത്തെ അറിയണമെങ്കിൽ, അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ മാതാവിലൂടെയോ വിശുദ്ധന്മാരിലൂടെയോ നേർച്ച കാഴ്ചകളിലൂടെയോ മാത്രമേ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന, അതായത് കത്തോലിക്ക സഭകൾ പോലെയുള്ള സഭകളുണ്ട്. അപ്പോ അവിടെ നേർച്ചകളുണ്ട്, കാഴ്ചകളുണ്ട്, കൊന്ത ചൊല്ലണം, അവിടെ മരിയോളജിക്കാരാണ്, അവിടെ മാതാവ് മുഖേന മാതാവ് പുത്രനോട് മകനോട് പറഞ്ഞാൽ മാത്രമേ ഒരു അനുഗ്രഹം ലഭിക്കത്തുള്ളൂ എന്ന് ശക്തമായി പഠിപ്പിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും താമസിക്കുന്നത്. ഇനി മറ്റൊരു തലത്തിലേക്ക് നോക്കുമ്പോൾ വിവിധ തരം നേർച്ചകളും മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന വിവിധ തരം പ്രാർത്ഥനാ പുസ്തകങ്ങളും നിലവിലുണ്ട്. അതിനൊക്കെല്ലാം ഇവർ ബൈബിളിനേക്കാൾ ഇമ്പോർട്ടന്റ് കൊടുത്ത് അതിനെ സൂക്ഷിക്കുകയും ബൈബിളിനെയൊക്കെ അതിന്റെ താഴെ നിർത്തിക്കൊണ്ട് മാത്രമേ കാണുന്ന ആളുകളുമുണ്ട്. ബൈബിളൊക്കെ അതിന്റെ താഴെയാണ്. ഞങ്ങളുടെ സഭ കൊണ്ടുവന്നിരിക്കുന്ന, ഞങ്ങളുടെ സഭ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് ഇതിന്റെ ഒക്കെ മുകളിൽ. അതുകൊണ്ട് ബൈബിളിന് അത്രയൊന്നും സ്ഥാനങ്ങളില്ല. അങ്ങനെ പറയുകയും അങ്ങനെ തന്നെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ബൈബിളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പുസ്തകത്തിന്റെ അടിയിൽ എവിടെയെങ്കിലുമൊക്കെ എടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാനൊക്കെ വേണ്ടി അങ്ങനെയൊക്കെ ഒരു വില കുറഞ്ഞ രീതിയിൽ കാണുന്ന ജനങ്ങളുണ്ട്. എന്നാൽ സഭയുടെ പുസ്തകങ്ങളാകട്ടെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്തൊക്കെ ആണോ രക്ഷയിരിക്കുന്നത്? യഥാർത്ഥമായി ഒരുവന് രക്ഷ ലഭിക്കുന്നത് വിശുദ്ധന്മാരിലൂടെ ചെന്നാലാണോ, അല്ലെങ്കിൽ നേർച്ച കാഴ്ചകളിലൂടെ ചെന്നാലാണോ, അല്ലെങ്കിൽ മറ്റുള്ള കർമ്മ മേഖലകളിലൂടെ ചെന്നാൽ തീർത്ഥാടനങ്ങൾ നടത്തിയാലാണോ ഒരു വ്യക്തിയുടെ രക്ഷ ഇരിക്കുന്നത് എന്ന് ജനത്തിന് ഇന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിന് അപ്പോസ്തല സഭകളെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വളയത്തിൽ നിന്ന് സഭകൾ എന്ന് വെച്ചാൽ ദൈവിക യേശുവിന്റെ കൂടെ നടക്കുന്ന ജനങ്ങൾ പറയുന്ന, യേശുവിലേക്ക് അടുക്കുവാൻ ഒരു മൂന്നാമന്റെ ആവശ്യമില്ല, ഒരുവന്റെയും ആവശ്യമില്ല. അത്യുന്നതനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ പഠനത്തിൽ രണ്ടാമതൊരാളെ കൊണ്ടുപോയി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഈ നേർച്ചകളും കാഴ്ചകളും വഴിപാട് കർമ്മ മാർഗങ്ങളിൽ പോകുന്നവരുടെ ഇരുട്ടല്ലേ? ഇന്നും വെളിച്ചം വീശിയിട്ടുണ്ടോ? ഇന്നും ഒരു ഇരുട്ടിന്റെ അവസ്ഥയിലേക്കല്ലേ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിനെ ഉൽപ്പത്തിയുടെ തിരുവചനത്തിലേക്ക് 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് താഴേക്ക് നമുക്ക് വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു, ആഴത്തിനു മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ഇതാണ് പറയുന്നത്. ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിനു മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പൊ വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ആദ്യം എന്താണ് ഉണ്ടായത്? ആദ്യം ആഴത്തിന്മീതെ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, അത് ആഴത്തിനു മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ഇന്ന് മനുഷ്യന്റെ ഹൃദയം ഒരു ഇരുളായിരിക്കുന്നു. പ്രകാശം കടന്നു ചെല്ലാത്ത, വചനം യഥാർത്ഥമായി കടന്നു ചെല്ലാത്ത, പാഴും ശൂന്യവുമായ ഇരുള് മൂടിയ ഭൂമി എപ്രകാരമാണോ ഇരിക്കുന്നത് അപ്രകാരം തന്നെ ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ വചനം എത്താത്ത സ്ഥലം, പ്രകാശം എത്താത്ത ഒരു സ്ഥലം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് അത്യുന്നതനായ ദൈവത്തിന്റെ വചനം ഏക്കാത്ത, കടന്നു ചെല്ലാത്ത, ആ വചനത്തിന്റെ പ്രകാശം കടന്നു ചെല്ലാത്ത ഹൃദയം പാഴും ശൂന്യവും ഇരുളുമായി ഇരിക്കുന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും. നമ്മുടെ 2-ാമത്തെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ
വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ഇതാണ്. അപ്പൊ വെളിച്ചം എന്താണ്? സുവിശേഷമാണ്. അത് പ്രകാശിക്കുന്ന വെളിച്ചമാണ്. അത് ഒരുവന്റെ അകത്തേക്ക് കടന്നു ചെന്നാൽ പാഴും ശൂന്യവും ഇരുളുമായിരിക്കുന്ന ഭൂമിയുടെ അകത്തേക്ക് വെളിച്ചം കടന്നു ചെന്നപ്പോൾ പ്രകാശിച്ചതുമാതിരി വചനമില്ലാത്തവന്റെ അകത്തേക്ക് വെളിച്ചം കടന്നു ചെല്ലുമ്പോൾ, അത്യുന്നതനായ ദൈവത്തിന്റെ വചനം കടന്നു ചെല്ലുമ്പോൾ അവന്റെ ഹൃദയം പ്രകാശിക്കുമെന്ന് ഇവിടെ വ്യക്തമായിട്ട് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കുമ്പോൾ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. എന്താണ് പറയുന്നത്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം എന്താണ് ഈ ലോകത്തിന്റെ ദൈവം? സാത്താനാണ്. അപ്പൊ സാത്താൻ ആരാധന ഒരുപാട് സാത്താൻ ഇഷ്ടമാണ്. അതായത് അവിശ്വാസികളുടെ വിശ്വാസമില്ല. അവർക്ക് വിശ്വാസം എന്തിലാണ്? മാതാവിലേക്കാണ്, അല്ലെങ്കിൽ വിശുദ്ധനിലേക്കാണ്, അല്ലെങ്കിൽ കർമ്മമാർഗത്തിലാണ്. അതിലൂടെ അനുഗ്രഹം മേടിക്കാമെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നു. അത് സാത്താൻ വിശ്വസിപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന സഭകളും ഇന്ന് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ മനസ്സെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളവരുടെ ഹൃദയം എന്ന് പറയുന്നത് പാഴും ശൂന്യവും ഇരുളും മാതിരി ഉണ്ടായിരിക്കുന്നു. അവിടെ വെളിച്ചം കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആ വെളിച്ചത്തെ തടുത്ത് ഈ ലോകത്തിന്റെ ദൈവം ആ വെളിച്ചത്തെ തടുത്ത് നിർത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് ജനം ഇന്ന് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും മധ്യസ്ഥന്മാരുടെ ഒരു കൂട്ടം സമൂഹത്തെയാണ്. അവരോടുള്ള പ്രാർത്ഥന, അവരോടുള്ള ഭക്തി, അവരോടുള്ള ജപമാല, അവരോടുള്ള കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോവുക. ഇവിടെ വെളിച്ചം, ഇവിടെ എന്താണ് പറയുന്നത്? ഈ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. അതിൻ്റെ അകത്ത് കേറാത്തവണ്ണം, എത്ര പറഞ്ഞാലും കേറാത്തവണ്ണം ഇരുട്ടായി കളഞ്ഞു. എന്നാൽ അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയാം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം. എവിടെ കൊണ്ടാണ്? ഇരുളും പാഴും ശൂന്യവും ഇരുളായി കിടന്ന ആ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ് പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിച്ചിരിക്കുന്നു. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ. ഒരു കാലത്ത് അപ്പോസ്തലനെ പൗലോസ് ശ്ലീഹ പറയാ, ഒരു കാലത്ത് എൻ്റെ ഹൃദയം പാടും ശൂന്യമായിരുന്നു. എപ്പോഴാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്? എന്താണ് വന്നത്? ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സുവിശേഷം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളും പ്രകാശിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഹൃദയങ്ങളും പ്രകാശത്തിലേക്ക് വന്നു. ദൈവത്തിന്റെ മുഖത്തിന്റെ തേജസ് എന്നുവെച്ച സുവിശേഷം എവിടെ കടന്നു ചെല്ലുന്നു അവിടെ പാഴും ശൂന്യമായ ഭാഗങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ തേജസ്കരിക്കപ്പെടും. അവിടെ സകലത്തെയും മാറ്റും. അവിടെ സകലത്തിന്റെയും ഉടയവനായി കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ നാമം വിളിച്ചു ചേർക്കപ്പെട്ട വ്യക്തികളിലേക്ക് ആരെല്ലാം അത് വിശ്വസിക്കുന്നുവോ, ആരെല്ലാം അത് കൈക്കൊള്ളുന്നുവോ, ആരോടെല്ലാം അതിനെ അംഗീകരിക്കുന്നു, അവരുടെ അകത്തേക്ക് ഇരുളിനെ മാറ്റിയിട്ട് ദൈവം കടന്നില്ല. ദൈവം പറയുന്നു, വെളിച്ചത്തിലേക്ക് അവരെ ദൈവം വിളിക്കും. വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് ആഴമായി ഇറങ്ങിച്ചെല്ലുമെന്നാണ് ഇവിടെ പറയുന്നത്. അത് ഇറങ്ങി ചെന്നില്ലെങ്കിൽ പഴയ ഉൽപ്പത്തിയിലെ 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വാക്യത്തിൽ വായിച്ചു, അത് പാഴും ശൂന്യവുമായി കിടക്കും. അവർക്കൊരിക്കലും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. അത് ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, തീരുമാനിക്കുക, ഇന്നും പാഴും ശൂന്യമായ ഹൃദയത്തോടെയാണ് നടക്കുന്നത്. ഇന്നും പാഴും ശൂന്യമായ ഇരുളടഞ്ഞ ഹൃദയമാണോ കൊണ്ടാണ് പോകുന്നത് എങ്കിൽ ഇവിടെ പറയുന്നു, അത് നിങ്ങളുടെ ഹൃദയത്തെ ഈ ലോകത്തിന്റെ ദൈവം അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ അധിപതിയായി വാണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ്സിന്റെ പരിജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിൽ വിളങ്ങേണ്ടതിന് ദൈവം
നിങ്ങൾക്ക് സമീപമായി നിൽക്കുന്നു. വചനം നിങ്ങൾക്ക് സമീപമായി നിൽക്കുന്നു. ഇത് സ്വീകരിക്കുന്നവന്റെ ഹൃദയത്തെ ദൈവം പ്രകാശിക്കും. ഇത് സ്വീകരിക്കുന്നവന്റെ ഹൃദയത്തിന് വ്യക്തികൾക്ക് ദൈവം വിടുതൽ കൊടുക്കും. ഈ ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.